അലൈക്കും നഹലാസിയ. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുട്ബോൾ നൈറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, യൂറോ കപ്പും കോപ്പ അമേരിക്കയൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു ഫുട്ബോൾ ഫാൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാതും മിസ് ചെയ്യാതെ കാണാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒരു ഫുട്ബോൾ നൈറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തകൃതിയായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി ആ ഫുട്ബോൾ മാച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഈ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയുള്ളത് ഞാൻ നോക്കാം. ആദ്യം തന്നെ ഹോട്ട് ആൻഡ് സ്പൈസിൻ്റെ പോപ്കോണാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് മൈക്രോവേവിൻ്റെ പോപ്കോണാണ്. ഞാൻ എപ്പോഴും മൈക്രോവേവിൽ ചെയ്യുന്ന സമയത്ത് എനിക്കത് ഫ്ലോപ്പ് ആവലുണ്ട്. മൈക്രോവേവ് പറഞ്ഞാൽ നമ്മളൊരു കുക്കിംഗ് റേഞ്ചിൻ്റെ അടിയിലുള്ള ഓവൻ ഉണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യില്ല. അപ്പോൾ എപ്പോഴും എനിക്ക് ഫ്ലോപ്പ് ആവലുണ്ട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ കുക്കറിലാണ് ഫസ്റ്റ് വെച്ചത്. പിന്നെ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വെച്ചപ്പൊക്കെ ഫ്ലോപ്പായിരുന്നു. അത് കാരണം ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഒന്ന് കുക്കറിലും ഒന്ന് താഴെ ഞാൻ വെച്ചു കേട്ടോ, ഓവനിലും വെച്ചു കേട്ടോ. അപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഹീറ്റൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ പാറ്റീസ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ബർഗർ പാറ്റീസ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ബർഗർ ഉണ്ടാക്കാനുള്ള പാറ്റീസ് ഇങ്ങനെ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ പോപ്കോൺ, കുക്കറിലുള്ള പോപ്കോണൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അതങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ഓവനിൽ വെച്ച പോപ്കോണിൽ ഇങ്ങനെ വീർത്തി വരിക എന്നല്ലാണ്ട് ഒരു ഇതും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടും ഇതാക്കിയിട്ടൊക്കെ നോക്കി, ഒരു അനക്കം അതിൽ സംഭവിച്ചിട്ടില്ല. അതവിടെ വെയിറ്റ് ചെയ്യാം, കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ അടുത്ത് നമ്മൾ ബർഗർ പണിക്ക് നടക്കും. ബർഗർ ബൺസും കാര്യങ്ങളൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് മയോണൈസ്, എപ്പോഴും എടുക്കണ പോലെ റെഡിൻസിൻ്റെ മയോണൈസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതെല്ലാ ബൺസിലും നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പാറ്റീസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാ ബർഗറിനും ആവശ്യമുള്ള പാറ്റീസൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി എന്താ പണി, ജസ്റ്റ് നമുക്ക് ബർഗേഴ്സിൻ്റെ ബണ്ണിൽ നമ്മൾ ഓൾറെഡി സ്പ്രെഡ് ചെയ്തത് മയോണൈസിൻ്റെ മുകളിൽ കുറച്ച് ലെറ്റീസ് ഇട്ട് വയ്ക്കുക. ടൊമാറ്റോസ് ഒന്നും അവർക്ക് ഇഷ്ടമില്ല, അത് കാരണം ഞാൻ ടൊമാറ്റോസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഓൺലി ലെറ്റീസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിട്ട് കൊടുത്ത് നമ്മളുടെ ബർഗറിൻ്റെ പാറ്റീസ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ബർഗറിൻ്റെ പാറ്റീസും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മയോണൈസും കുറച്ച് കെച്ചപ്പും ഒഴിച്ച് കൊടുത്ത് ചീസിൻ്റെ സ്ലൈസും വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്ത് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയ പണിയാണ് കേട്ടോ. ഈ പാറ്റീസ് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ബർഗർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്ര പണിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫുട്ബോൾ നൈറ്റിൻ്റെ ആ ബർഗേഴ്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനൊന്ന് നോക്കി നമ്മുടെ ഈ പോപ്കോൺ എന്തായി എന്നുള്ളത് ഞാൻ എടുത്ത് നോക്കി. ഈ ഒരു ടൈമിൽ ഇത്രയും നേരമായിട്ടും നമ്മൾ പോപ്കോൺ ഒന്നും ഒരു ലെവലായിട്ടില്ല കേട്ടോ. കുക്കറിൽ വെച്ചപ്പോൾ എത്ര പെട്ടെന്ന് ആയത് കണ്ടില്ലേ. അപ്പോൾ ഞാനിതൊന്നും എന്തായി അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, എന്തായാലും ഫ്ലോപ്പ് ആണെന്നുള്ള ഉറപ്പായിരുന്നു. ജസ്റ്റ് ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഇതും ഫ്ലോപ്പാണെന്നുള്ളത്. അപ്പോൾ ഇനിയൊന്നും നടക്കില്ല, നമ്മൾ ഓൾറെഡി കുക്കറിലാക്കി വെച്ച കാരണം ആ ഒരു പോപ്കോൺ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനി ഞാൻ ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ബർഗർ കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട്, ടോസ്റ്റർ ഉണ്ട് എന്നാലും ഞാൻ പാനിൽ തന്നെയാണ് കേട്ടോ ടോസ്റ്റ് ചെയ്തെടുത്തത്. കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ബർഗേഴ്സ് ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് രണ്ട് സൈഡൊന്ന് മൂടി വെച്ചിട്ട് രണ്ട് സൈഡൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. രണ്ട് സൈഡ് ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇത് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബർഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേനും കുട്ടികളൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാർപ്പറ്റിൽ. പിന്നെ അവരിനെ കൊണ്ട് ഞാൻ ജ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ട് എടുപ്പിച്ച് വെച്ചു. അവർ ഇൻട്രസ്റ്റോടെ കാർപ്പറ്റിൽ ജ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു. ഞാനും ബർഗറും കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇതെല്ലാം സെറ്റപ്പായി, ജ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ച ശേഷം ഫുട്ബോൾ അപ്പോഴത്തേനും ഓൾറെഡി പകുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികൾ പറയുമ്പോൾ ആരൊക്കെയാണ് ഫുട്ബോൾ മാച്ചും കാര്യങ്ങളൊക്കെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നെന്നുള്ളത് അവർ പറയും. അപ്പോഴേക്കും അവിടെ ക്വീൻ മാസ്റ്റർ ഗെയിംസിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്.
കുട്ടികൾ പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിൻ്റെയും സ്വിറ്റ്സർലാൻഡിൻ്റെയും കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യൂറോ കപ്പ്. അപ്പോൾ കളിയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളെല്ലാം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കളി ഏകദേശം പെനാൽറ്റിയിലെത്തിയിട്ടുണ്ട്. രണ്ട് ടീമും ഓരോ ഗോൾ അടിച്ച ശേഷം പെനാൽറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പെനാൽറ്റി കാണാൻ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. Switzerland versus England. So who will win? Guess it, okay? Guys, comment below, okay? We think England's gonna win. Me too. Who's gonna win? But Switzerland. Eat food. Now time to eat. Now time to eat. I'm gonna eat food. It's the pressure you can't recreate. That's the difference in it. The pressure, the enormity of this occasion. I took a couple of all in the community shield, test that shit perfectly. And when the pressure was on me to be the semi-final FA Cup, my legs felt like a rugby on in the World Cup. He was the hero on that day last up. I was his hero there, and the sort of saving was. Bye bye guys. Please subscribe and like and hit the bell icon. And please subscribe to our channel, Nehala's Vlog. നമ്മൾ കളി എങ്ങനെ കഴിഞ്ഞു? ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലണ്ടിനെ ജയിച്ചിട്ടോ പെനാൽറ്റിയിൽ. Our prediction is correct. Our whole family chose England and they won the penalties. But did you know that England scored all the penalties correct? England won the semi-finals. You're waiting. We're waiting. അവൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.